ഹലോ. അപ്പോൾ ഇത് ഡിസംബർ 2-ാം തീയതി എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അന്ന് അൻവിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് അവളുടെ പേരിൽ. എന്നിട്ട് നമ്മൾ വേഗം വീട്ടിലെത്തി. കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ സെറ്റാക്കി. പിന്നെ കേക്ക് വന്നു കേട്ടോ. കേക്ക് വരാൻ കുറച്ച് പണിപ്പെട്ടിന്. കാരണം ഇത്രയും വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ തട്ടാതെയും മുട്ടാതെയും കൊണ്ടുവരണമല്ലോ. അവർ ഡെലിവറി ചെയ്തില്ല, നമ്മൾ തന്നെ പോയി പിക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ. പിന്നെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്നും കുളമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൾ കാര്യമായിട്ട് കേക്കൊന്നും കട്ട് ചെയ്തില്ല. തലേദിവസം ബാംഗ്ലൂരൊക്കെ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ കരഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കരച്ചതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് സൈലൻ്റ് ആയത് ഈ ഒരു ടൈമിലായിരുന്നു. എൻ്റെ ചെവിയിൽ കമ്മലിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കുന്നവൾ. അവൾക്ക് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എന്ത് കമ്മലിട്ടാലും അത് തോണ്ടി നോക്കാതെ അവൾക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ കേക്കൊക്കെ ഉണ്ടായത് എല്ലാവർക്കും സെർവ് ചെയ്തു കേട്ടോ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഭയങ്കര മഴ വന്നു. അങ്ങനെ പുറത്തിട്ട മേശയൊക്കെ നമുക്ക് ഉള്ളിലിടേണ്ടി വന്നു. എല്ലാം ഉള്ളിലിടേണ്ടി വന്നു. പിന്നെ തുണിപ്പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണെങ്കിൽ നനഞ്ഞാകെ നാശമായി. ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ ബിരിയാണി സെർവ് ചെയ്തു. ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കസിൻസാണ്. അപ്പോൾ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിങ്ങനെ വീഡിയോ എടുത്തത്. ഓക്കെ. അപ്പോൾ ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. വലിയ രീതിയിൽ നല്ലോണം ആൾക്കാരൊന്നും ഉണ്ടായില്ല. നമ്മൾ അടുത്ത കുറച്ച് റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഞാനെടുത്ത വീഡിയോ വന്ന് മഴയൊക്കെ ഇങ്ങനെ തോർന്നിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രാത്രിയായപ്പോൾ കുറച്ച് നാട്ടുകാരൊക്കെ വന്നതാ. അപ്പോൾ നേരത്തെ പൊട്ടിക്കാൻ വെച്ചാൽ പോപ്പർ പിന്നെയാണ് കേട്ടോ പൊട്ടിച്ചത്.